और एक बार आपके बीच में परमेश्वर के वचन के साथ आने के लिए परमेश्वर ने दिया हुआ ये सौभाग्य के लिए मैं परमेश्वर को धन्यवाद देता हूँ. എന്റെ മേളിൽ വന്ന ഒരു പ്രഷർ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വചനവുമായി നിൽക്കുന്നത്. കർത്താവിന്റെ ദാസൻ വളരെ തിരക്കായിരുന്നത് കൊണ്ട് തനിക്ക് വചനം പ്രിപ്പയർ ചെയ്യുവാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് ഈ നിയോഗം എന്റെ മേളിൽ വന്നത്. बहुत ही एक जबरदस्ती के अनुसार इनके ऊपर आया, क्योंकि हम भी काफी भागदौड़ में थे और तैयारियां करने के लिए समय भी काफी कम था. इसके लिए उनको आज ऐसा एक अवसर मिला है. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ദൈവത്തിന്റെ വചനത്തിലേക്ക് കൊണ്ടുവരാം. ഞാൻ ഈ ലോകത്തിൽ നടന്ന 1950 അവൻ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം യുഎസിൽ നടക്കുവാനിടയായി. इस संसार में यूएस में 1950 में एक बहुत बड़ा घटना हुआ. അവിടെ വെസ്റ്റ് സൈഡ് ബാപ്റ്റിസ്റ്റ് ചർച്ച് യുഎസിലുള്ള ബിയാട്രീസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചില് കൊയർ പ്രാക്ടീസ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് രാവിലെ 7:20 എന്ന ഒരു സമയത്തായിരുന്നു അവരുടെ കൊയർ പ്രാക്ടീസ്. और वहां पर वेस्ट साइड बैप्टिस्ट चर्च यूएसए में वहां पर उन्होंने कॉयर का प्रैक्टिस शेड्यूल किया था सुबह का 7:20 के उस टाइम में. എന്നാൽ ആ കറക്റ്റ് 7:20 ആ സമയമായപ്പോൾ അവിടെ ആ ചർച്ചിനകത്ത് ഒരു ഭയങ്കരമായ ഗ്യാസ് ലീക്കേജ് ഉണ്ടായി. ആ ബിൽഡിങ്ങിനകത്ത് വലിയ ഒരു അഗ്നിസ്ഫോടനം ഉണ്ടാകുവാനിടയായി. और वो समय जो सुबह का 7 बजे का समय में जब लोग इकट्ठा होना है, उस समय में उस चर्च के अंदर बहुत बड़ा एक गैस का विस्फोटन होता है और बहुत बड़ा एक समस्या वहां पर हो रहा है. അവിടെ ഏകദേശം 15 പേരായിരുന്നു ആ കൊയർ പ്രാക്ടീസിന് വരാനിരുന്നത്. എന്നാൽ ലോകം വിശ്വസിക്കാത്ത രീതിയിൽ ഈ 15 പേരും ഈ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നു. और 15 लोग उस कॉयर के प्रैक्टिस के लिए आना था, लेकिन कोई विश्वास नहीं करेंगे. ये 15 लोग उस दिन अचानक से उन लोग उस दिन लेट आए. ഓരോ വ്യക്തികളും അതിനുശേഷം ഈ സംഭവം നടന്നതിന് ശേഷം അവിടെ ബാക്കിയുള്ള ആളുകൾ മരിച്ചു കാണുമല്ലോ എന്ന് വിചാരിച്ച് ഓരോരുത്തരായി ചർച്ച വന്നപ്പോൾ മറ്റുള്ളവരെ കാണുവാനിടയായി. അയ്യോ നീയും വന്നില്ലയോ, നീയും എത്തിയില്ലയോ എന്ന് പറയുവാനിടയായി. और एक एक लोगों ने सोचा कि दूसरे लोगों का इस स्फोटक में मृत्यु हुआ होगा, सोचकर जब आकर ढूंढा तब उनसे मुलाकात होते हैं और उनसे पूछते कि क्या तुम भी उस समय में नहीं आए थे करके उनसे वे पूछ रहे हैं. പിന്നീട് അവർ ഓരോരുത്തരും സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഒന്നല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർക്ക് അന്ന് കൊയർ പ്രാക്ടീസിന് വരാനുള്ള ഡിലേ ഉണ്ടായി. അവർക്ക് അവിടെ സമയത്ത് വന്നു ചേരാൻ കഴിഞ്ഞില്ല. और उन्होंने जब बाद में उसका बारे में सोचने के लिए कोशिश किया, तब पता चला कि केवल छोटे छोटे बातों में उनका आना काफी लेट हो चुका था. ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞ് അവരിറങ്ങുന്ന സമയമായപ്പോൾ ആ കുഞ്ഞിന്റെ ഉടുപ്പ് അവള് വൃത്തികേടാക്കി അത് മാറ്റാൻ വേണ്ടി അവർ താമസിച്ചതുകൊണ്ട് അവർ ആ സമയത്ത് എത്തിയില്ല. एक घर में उनका छोटी सी जो बच्ची है, वो जैसे निकलने वाले थे तब उनका वस्त्र में अचानक से थोड़ा गंदगी हुआ, तो वो हटाने के लिए थोड़ा समय गया. इसके लिए वो इस चर्च में कोयर प्रैक्टिस के लिए आने के लिए थोड़ा लेट हो गए थे. കീബോർഡ് വായിക്കുന്ന വ്യക്തി താൻ ഹെവി ഡിന്നർ കഴിച്ച് രാത്രിയിൽ അങ്ങ് ഉറങ്ങിപ്പോയി. അല്പം ഉറക്കം നീണ്ടുപോയത് കൊണ്ട് തനിക്ക് സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. और जो कीबोर्ड बजाने वाला बंदा है, वो पिछले रात को पेट भर के खाया, इसके लिए अचानक से उनका नींद नहीं खुला और सुबह उठने के लिए थोड़ा लेट हो गया. इसके लिए वो भी उस समय में वहां पर पहुंच नहीं पाए. അങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ ഒരാള് വീട്ടിലെ ജോലി നിമിത്തം സമയം പോയത് അറിഞ്ഞില്ല. ഒരു വ്യക്തി റേഡിയോയിൽ പ്രസംഗം കേട്ടുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഓരോരുത്തരോടും പല കാരണങ്ങളാൽ അവരെല്ലാവരും ഡിലേ ആകുവാനിടയായി. और एक व्यक्ति से पूछा तो बोला कि मेरा घर का काम खत्म नहीं हुआ, इसके लिए मैं लेट हो गया. दूसरा एक व्यक्ति रेडियो में प्रचार सुन रहा था, सुनते सुनते पता नहीं चला कि समय निकल गया और उसके कारण वे लेट हो गया. इस प्रकार एक एक लोगों का छोटा छोटा कारण उनको कोयर प्रैक्टिस के लिए आने के लिए थोड़ा लेट हो गए थे. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നത്,
പല പ്രകൃതിദത്തമായി പല കാരണങ്ങളാൽ നമ്മൾ പലയിടങ്ങളിൽ താമസം വരുന്നത് ആമേൻ ദൈവിക സംരക്ഷണമാണെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? आमीन। आज इस संदेश को सुनने वाले प्रेस लॉर्ड परमेश्वर की लोग शायद प्रेस लॉर्ड इस क्लाइमेट के अनुसार हो या किसी प्रकार का आमीन कारण से हम यदि विलंब हो रहे हैं तो उसके पीछे परमेश्वर का एक योजना है, परमेश्वर का एक हाथ है करके हम में से कितने लोग विश्वास कर पाते ഞാൻ हैं। നിങ്ങളോട് ഇപ്പോൾ ഓരോരുത്തരോടായി അൺമ്യൂട്ട് ചെയ്ത് ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിലെ പറയാൻ പറഞ്ഞാൽ എല്ലാവരും പറയും, ഇന്ന ദിവസം എന്റെ ബസ് മിസ്സായി പോയി, ഇന്ന ദിവസം എന്റെ ഫ്ലൈറ്റ് മിസ്സായി പോയി, അല്ലെങ്കിൽ ഇന്ന കാരണത്താൽ എന്റെ ജോലിയിൽ ഞാൻ ഡിലേ ആയി ചെന്നു. ആമേൻ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയും, എല്ലാത്തിലും നമ്മൾ പറയും എന്റെ താമസം, എന്റെ സമയം ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടത് കൊണ്ട് വലിയൊരു അനർത്ഥത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചുവെന്ന് ആമേൻ നമ്മൾ പറയുവാനിടയാകും. यदि मैं आपसे अनम्यूट करके कहने के लिए कहूं तो हम में से सभी लोगों को कहने के लिए बहुत सारे जवाब है कि मेरा उस बस मिस हो गया था, मेरा वो फ्लाइट डिले हो गया था, या मैं उस कार्य के लिए पहुंचने के लिए थोड़ा सा लेट हो गया और उसके पीछे परमेश्वर का मेरे लिए एक सुरक्षा का हाथ था, इसके लिए मैं वहां पर विलंब होकर पहुंचा। സങ്കീർത്തനം 31:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. आमीन। भजन संहिता 31 उसके 15वें आयत में ऐसा लिखा है कि मेरे दिन तेरे हाथों में है करके भजन संहिता लिखने वाला कहता है। അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആമേൻ ഓരോ നിമിഷങ്ങൾ പോലും ദൈവത്താൽ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്, അവന്റെ നിയന്ത്രണത്തിലാണെന്നുള്ള ഉറപ്പ് ഇന്ന് രാവിലെ നമ്മൾക്ക് പ്രാപിപ്പാനിടയാകട്ടെ. यदि ऐसा है तो हमारा एक एक पल, एक एक समय परमेश्वर के द्वारा निश्चय किया गया है। हालेलुया। और परमेश्वर के नियंत्रण में है करके उस बात को हम जानना बहुत जरूरी है। ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ एक डिवाइस अनम्यूट है, थोड़ा डिस्टर्बेंस आवाज भी आ रहे हैं। थैंक यू। ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ എന്റെ വിഷയം എന്ന് പറയുന്നത് ദൈവിക നിയോഗപ്രകാരമുള്ള ഒരു സമയം എന്നുള്ള വിഷയമാണ്. आमीन। आज का संदेश का एक टाइटल यही है कि परमेश्वर के योजना के अनुसार वाला समय। വചനത്തിനകത്ത് ആമേൻ ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹീബ്രു വാക്കുകൾ ഉപയോഗിച്ച് സമയത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മലയാളത്തിൽ നമ്മൾ സമയം സമയം കാലം എന്ന് വായിച്ചു പോകുന്നത് പോലെയല്ല, പല സാഹചര്യങ്ങളിൽ സമയത്തിന് പലതരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് തിരുവചനത്തിൽ. आमीन। बाइबल में यदि हम सीखेंगे तो ग्रीक भाषा में या हिब्रानी भाषा में आमीन समय के लिए अलग अलग प्रकार का विशेष दिया गया है। हम जैसे समय समय बोलकर जो छोड़ देते हैं वैसा नहीं, बल्कि उसके पीछे बहुत बड़े गंभीर अर्थ छुपा हुआ है। ആദ്യമായി നമ്മൾ കാണുന്ന ഒരു വാക്കുണ്ട്, ഗ്രീക്ക് വാക്കാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. गलातियों के पत्री उसके 4 अध्याय उसके 4थे आयत जब हम पढ़ते हैं कि आमीन जब पर आमीन परंतु जब समय पूरा हुआ तब परमेश्वर ने अपने पुत्र को भेजा करके वहां पर पढ़ते हैं। അവിടെ പറഞ്ഞിരിക്കുന്ന കാലസമ്പൂർണത എന്നതിന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് ക്രോണോസ് എന്ന ഒരു വാക്കാണ്. और वो समय का पूरा होना आमीन वो शब्द को ग्रीक में ക്രോണോസ് नाम का शब्द का इस्तेमाल किया गया है। അത് നമ്മുടെ കലണ്ടർ സമയം അല്ലെങ്കിൽ ഈ നമ്മുടെ ദിനംപ്രതി ഇങ്ങനെ നടന്നു പോകുന്ന ഈ ഒരു കലണ്ടർ സമയത്തിന് തുല്യമായ ഒരു വാക്കാണ്. आमीन। ये हम जो कैलेंडर का जो टाइम है वो हम जो दिन प्रतिदिन हम अनुभव करते हैं वो कैलेंडर के टाइम के बारे में वहां पर बताया गया है। ആ ക്രോണോസ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയം അത് സീംലെസ് ആണ്. സീംലെസ് എന്ന് പറഞ്ഞാൽ ഒരു തടസ്സവുമില്ല. അത് അതിന്റെ സമയത്ത് ഇന്ന് 16-ാം തീയതി ആണെങ്കിൽ നാളെ 17-ാം തീയതി വന്നിരിക്കും. ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സമയമാണ്. और इसका गिनती हमें किसी प्रकार के सीमाएं नहीं है। आज यदि 16वीं तारीख है तो कल 17वीं तारीख, वो उसके अनुसार एक एक दिन हमें समय बढ़ते जा रहा है। ഇവിടെ യേശു കർത്താവിന്റെ ആ വരവ് എന്ന് പറയുന്നത് ആ സമയത്തിനനുസരിച്ച് സമ്പൂർണത വന്നപ്പോൾ
ദൈവം പുത്രനെ അയച്ചു. കാരണം അവിടെ ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് റോമിലെ റോഡുകളെല്ലാം ഡെവലപ്പായി സുവിശേഷം പെട്ടെന്ന് തന്നെ പ്രചരിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം അവിടെ ഡെവലപ്പായി വരുവാനിടയായി. और यहाँ पर परमेश्वर की समय का पूर्णता के बारे में जब हम पढ़ते हैं, हालेलुया, परमेश्वर ने योजना किया हुआ एक समय है. केवल वही नहीं, उसके इतिहास लिखने वाले कहते हैं कि वो समय जब उस रोम के सब रास्ता का डेवलपमेंट हुआ, सुसमाचार और भी शीघ्रता के साथ फैलने का वो समय के अनुसार मसीह यीशु आया है. ഗ്രീക്ക് ലാംഗ്വേജ് നന്നായി പ്രചരിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ജൂവിഷുകാർ അവരുടെ സിനഗോഗ്സ് എല്ലാം ഒരുപാട് ചിതറി. അങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി സമയപ്രകാരം എല്ലാം ഒരുക്കപ്പെട്ടു. അപ്പോൾ കർത്താവ് വന്നു. हालेलुया. ग्रीक का जो भाषा है वो सभी जगह पर फैलना शुरू हुआ. और केवल वही नहीं, यहूदियों के जो सिनेगोग है, उनकी आराधना के जगह है, वो भी अलग अलग जगहों पर फैलना शुरू हो गया. प्रेज़ लॉर्ड, हम देखेंगे तो सारे बातों का समय जब एक साथ इकट्ठा हुआ, ऐसे समय में मसीह यीशु का आगमन हो रहा है. അതാണ് ഈ ക്രോണോസ് എന്ന് പറയുന്നത്. അത് സമയം, ഇങ്ങനെ കലണ്ടറിന്റെ ഒരു സമയം അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു ദിവസം പ്രതി നടക്കുന്ന ഒരു സമയം എന്ന് നമുക്ക് അതിനെ പറയാം. वही है क्रोनोस नाम में हम देखते हैं. मनुष्य का एक एक दिन का जो डेली हैबिट्स है, उसके अनुसार एक एक दिन बीतते हुए जा रहे हैं. എന്നാൽ അതിൽ ഉപരിയായി ഇനിയും ഞാൻ വ്യക്തി ജീവിതങ്ങളുടെ ഉദാഹരണം വെച്ച് ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കാം. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു വേർഡാണ് കൈറോസ് എന്നൊരു വേർഡ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 1:15 കാണുന്നുണ്ട്. और फिर मरकोस के सुसमाचार उसके पहले अध्याय उसके 15वें आयत में काइरोस नाम का एक शब्द को समय के लिए इस्तेमाल किया गया है. അതിന്റെ അർത്ഥം ദൈവ നിയോഗ പ്രകാരമുള്ള ടൈം എന്നാണ്. उसका मतलब परमेश्वर ने जो निर्णय किया है वो समय के बारे में वहां पर बताया गया है. ആ വാക്യം ഇങ്ങനെയാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. वहां पर वो आयत इस प्रकार है कि समय पूरा हुआ है. जो परमेश्वर पर विश्वास करने के बारे में वहां पर बताया गया है. ആ സമയം എന്ന് പറയുന്നത് ദൈവം കനിഞ്ഞു വന്ന ഒരു പെട്ടെന്നുണ്ടായ ഒരു ഷിഫ്റ്റ് ആണ്. ടൈമിലുണ്ടായ ഒരു വ്യത്യാസമാണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു വിൻഡോ പീരീഡ് ആണ്. പെട്ടെന്ന് प्रवर्तिച്ച് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. वो परमेश्वर ने हमारे लिए तैयार किया गया वो एक स्ट्रैटेजी है. जल्दी से तुरंत एकदम हमारे लिए खोला गया हुआ एक द्वार के समान, और वो केवल कुछ पल के लिए खुला रहेगा. उतने समय में वो कार्यों को हम शीघ्रता के साथ करना बहुत जरूरी है, क्योंकि वो समय जल्दी से समाप्त होने वाला है. അങ്ങനെ തന്നെ സമയത്തെ കുറിച്ച് ഹീബ്രു വാക്കിൽ നമ്മൾ ഇടി എറ്റ് എന്നൊരു വാക്ക് കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം നിശ്ചയിക്കപ്പെട്ട കാലം എന്നാണ്. और उसी प्रकार समय के लिए हिब्रू में ईटी नाम का, एट नाम का एक शब्दों का इस्तेमाल किया गया है. ठहराया जाने वाला एक समय के बारे में हम वहां पर पढ़ते हैं. സഭാപ്രസംഗി 3:11 നമ്മൾ കാണുന്നുണ്ട്, ഓരോന്നിനും അതതിന്റെ സമയമുണ്ട്. അതതിന്റെ സമയത്ത് ദൈവം അതെല്ലാം ഭംഗിയായി ചെയ്യുന്നുവെന്ന്. അതതിന്റെ സമയം, നിശ്ചയിക്കപ്പെട്ട ഒരു സമയം, ആ സമയത്ത് അത് ദൈവം ചെയ്യുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. सभा उपदेश उसके 3 अध्याय उसके 11वें आयत में हम देखते हैं कि परमेश्वर उसके निश्चित समय पर सब कुछ बहुत ही अच्छी तरीके से हमें पूरा करता है. हालेलुया. वो ठहराया गया हुआ वो समय के बारे में, हालेलुया, वो परमेश्वर ने निश्चय किया है. वो समय पर बहुत ही अच्छी तरीके से परमेश्वर से पूरा करेगा. നാലാമത്തെ ഒരു വാക്ക്, ആമേൻ, ഹല്ലേലൂയ, ക്വാവ എന്നൊരു വാക്ക് നമ്മൾ കാണുന്നുണ്ട് ഹീബ്രു. അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്.
കാത്തിരിപ്പിന്റെ സമയം എന്നാണ് അതിന്റെ അർത്ഥം. और हिब्रानी भाषा में प्रेज़ लॉर्ड एक दूसरे शब्द क्वावा नाम का एक शब्द को हम देखते हैं, समय के लिए बताया गया है. उसका मतलब इंतजार करने वाला एक समय के बारे में बताया गया है. हम इंतजार करके हम प्राप्त करने वाले बातें वहां पर हम समझते हैं. അതിന്റെ റെഫറൻസ് സങ്കീർത്തനം 40:1 നമ്മൾ ആമേൻ കാത്തിരിപ്പിനെ കുറിച്ച് കാണുന്നുണ്ട്. और भजन संहिता 40 का पहले आयत में इंतजार करने वाला वो समय के बारे में वहां पर बताया ഞാൻ गया है. യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. मैं यहोवा के लिए प्रेज़ लॉर्ड इंतजार किया, उसके लिए मैं बाट जोते रहा. ആമേൻ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താ പറയുന്നതെന്ന്. എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ദൈവിക സമയം എന്നൊരു ചിന്ത വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും ഇടയായി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിൽ നിന്ന് ലഭിച്ച ആമേൻ അറിവുകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. आप लोग सोच रहे होंगे कि ये सब सारे बातें क्यों बताना है, लेकिन जब उस समय के बारे में मैं जब सीख रहा था, पवित्र आत्मा ने मुझे स्मरण दिलाया हुआ कुछ बातों को आपके सामने मैं रखने का प्रयास कर रहा हूँ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, ഒരു ക്രോണോസ് എന്ന് പറയുന്ന മാനുഷിക നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ മാനുഷികമായ ഒരു സമയപരിധിയിൽ നിന്ന് ദൈവിക നിയോഗത്തിലേക്കുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾ ആമേൻ പ്രവേശിക്കുക എന്നതാണ് ഞാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. मानुषिक तौर से हर दिन होने वाला उस क्रोनोस नाम का वो समय से हालेलुया एक काइरोस नाम का एक समय की ओर हम प्रवेश करने के लिए परमेश्वर का हमारे बारे में योजना है. അങ്ങനെ ജീവിതത്തിൽ ഒരു ഷിഫ്റ്റ് വന്ന ആമേൻ ചില വ്യക്തി ജീവിതങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. उसी प्रकार जिंदगी में एक अलग प्रकार के एक शिफ्ट होने वाला कुछ लोगों का जिंदगी के बारे में आज आपके सामने रखना चाहूंगा. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് കുരുടനായ ബർത്തമായി. आमीन. हम सब जानने वाला एक व्यक्ति है, अंधा व्यक्ति बर्तिमाई के बारे में हम जानते हैं. അവൻ അവിടെ ഇരുന്ന് അവൻ ഭിക്ഷ യാചിക്കുന്ന ഒരു വ്യക്തിയാണ്. आमीन. वे वहां पर बैठकर भीख मांगने वाला एक व्यक्ति रहा है. അവന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഇത് തന്നെയാണ് അനുഭവം. उनका जिंदगी का हर दिन भीख मांगने वाला वही अवस्था रहा है. അവൻ അങ്ങനെ ഭിക്ഷ യാചിക്കുന്നവനായി മരിക്കുമെന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. आमीन. वो भीख मांगते मांगते वहां पर ही बैठकर उसका मृत्यु हो जाएगा करके हम सब कहते हैं. അവന്റെ ഡെയിലി മാനുഷികമായ നിലയിൽ അവന്റെ ജീവിതത്തിലെ ക്രോണോസ് നോക്കി കഴിഞ്ഞാൽ അവൻ ഒരു ഭിക്ഷക്കാരനായി എന്നും നിരന്തരമായി ആയുഷ്കാലം മുഴുവനും ജീവിക്കണം. और मानसिक तौर से यदि हम उनका क्रोनोस देखेंगे तो जिंदगी भर भीख मांगते मांगते उसी जगह पर उसका जिंदगी का समाप्ति होना है. എന്നാൽ യേശു അവന്റെ മുന്നിൽ വന്നത് അവന്റെ ജീവിതത്തിലെ ഇങ്ങനെ മാനുഷികമായ ഈ സമയപരിധിയിൽ നിന്ന് അവനെ ഒരു ദൈവിക നിയോഗത്തിലേക്ക് പെട്ടെന്നൊരു മാറ്റം അവന്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. लेकिन यीशु उनके जिंदगी में आने के कारण शीघ्रता के साथ एक बहुत बड़े बदलावट हम उनके जिंदगी में होते हुए हम देखते हैं. ഞാൻ പറഞ്ഞതുപോലെ അവന്റെ മുന്നിൽ ആ ഒരു കൈറോസ് എന്ന ഒരു ദൈവ നിയോഗ പ്രകാരമുള്ള ഒരു വിൻഡോ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഓപ്പൺ ആയി. അവൻ പെട്ടെന്ന് ആക്ഷൻ എടുത്തത് കൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമെന്ന് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞ് അവൻ അകത്തേക്ക് പ്രവേശിച്ചത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുവാനിടയായി. उनकी जिंदगी में काइरोस नाम का वो एक द्वार क्षण भर के लिए जैसे खुला, तभी तुरंत उसने हे दाऊद का पुत्र मुझ पर तो दया कर करके वो पुकारने के लिए तैयार हुआ. इसके लिए उसके जिंदगी में तुरंत एक बदलावट हो रहा है. അതേപോലെ തന്നെ നമുക്ക് പഴയ നിയമത്തിൽ പരിചയമുള്ള ഒരു സഹോദരിയാണ് സഹോദരി എസ്തേർ. उसी प्रकार पुराने नियम में हम देखते हैं एस्तेर नाम का एक व्यक्ति को. ഒരു സാധാരണ പെൺകുട്ടി, അനാഥയായ ഒരു പെൺകുട്ടി, മോർദെക്കായി കരുണ കാണിച്ച ഒരു പെൺകുട്ടി, എവിടെയോ ഒരു കൊട്ടാരത്തിനകത്ത് അവൾ വന്നു ചേർന്നു. ഇങ്ങനെ ഒരു സൈലന്റ് ആയ ഒരു ലൈഫ്, ജീവകാലം മുഴുവനും ഇങ്ങനെ അങ്ങ് പോകേണ്ടവൾ. एस्तेर नाम का व्यक्ति के बारे में हम जानते हैं, एक साधारण से एक बालिका. उसका जिंदगी में कोई भी उसके लिए जब सहारा नहीं था, हालेलुया, मोर्देकाई के द्वारा उसका एक साधारण जिंदगी में वो अपने जिंदगी जब बिता रहे हैं, उनके जिंदगी में होने वाला एक बदलावट को हम देखते हैं. അവൾ കൊട്ടാരത്തിൽ വന്നു. അവിടെ കൊട്ടാരത്തിനകത്ത് ആരാലും അത്ര പരിചയമില്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ്.
പെട്ടെന്ന് ദൈവനിയോഗപ്രകാരമുള്ള ഒരു അപ്പോയിന്റ്മെന്റ് എസ്തേറിന്റെ മണ്ടയ്ക്കോട്ട് വരുന്നത്. आमीन. एस्तर के बारे में शायद कोई भी उस राजमहल में नहीं जानते होंगे. अचानक से हालेलुया एक शीघ्रता के साथ एक अपॉइंटमेंट एस्तर के ऊपर परमेश्वर दे रहा है. ശരിക്കു പറഞ്ഞാൽ അവൾ എന്നും ആ കൊട്ടാരത്തിലെ ഒരു രാജ്ഞിയായി ഇങ്ങനെ അങ്ങ് പോകേണ്ടതല്ലേ, അല്ലാതെ പെട്ടെന്ന് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു കൈറോസ്, ഒരു ദൈവ നിയോഗം അവളുടെ മേൽ വന്നതുകൊണ്ടല്ലേ ആമേൻ ഒരു വലിയ കൂട്ടം ഒരു ജാതിയെ രക്ഷയിലേക്ക് തിരികെ വരുത്തേണ്ടതിന്, നാശത്തിൽ നിന്ന് തിരിച്ചു വരുത്തേണ്ടതിനുള്ള ഒരു പ്രത്യേക നിയോഗം അവളുടെ മേൽ ഉദിക്കപ്പെട്ടത്. आमीन. वे एक साधारण व्यक्ति के समान ऐसे ही चलते हुए जाना था, लेकिन परमेश्वर का एक बहुत बड़ा योजना शीघ्रता के साथ एक छोटा सा समय में उनके जिंदगी के लिए आते हैं और तुरंत वो उस कार्य के लिए करने के लिए तैयार होते हैं. इसके लिए बहुत बड़ा एक जाति का उद्धार के लिए एस्तर को परमेश्वर इस्तेमाल कर रहा है. നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പം ആയിരിക്കുന്ന ഇതേ അനുഭവത്തിൽ ഇങ്ങനെ അങ്ങ് പോവുക, ലാസ്റ്റ് മരിക്കുക, അടക്കപ്പെടുക, അങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? आमीन. आप में से कितने लोग ऐसे सोच रहे होंगे कि अभी जो जिंदगी जी रहा है ऐसे जीते जीते एक दिन मृत्यु होना है, ऐसे खत्म होना है करके हम में से कितने लोग सोच रहे हैं. മോശയുടെ ജീവിതത്തില് ഈ ക്രോണോസ് എന്ന് പറയുന്ന കാലഘട്ടം വളരെ നീണ്ട കാലഘട്ടമായിരുന്നു. मूसा की जिंदगी में ये क्रोनोस नाम का ये जो समय था वो बहुत एक लंबा समय रहा है. നീണ്ട 40 വർഷം അതെന്റെ ജീവിതത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോയി. लंबा 40 साल उसका जिंदगी ऐसे उसने बिताकर छोड़ दिया. തന്റെ സ്വഭാവത്തിന് ഒരു രൂപാന്തരം വരുത്തുവാനുള്ള ഈ ദൈവിക നിയോഗപ്രകാരമുള്ള ഒരു സ്വഭാവ രൂപാന്തരം വന്നതിന് ശേഷമാണ് തനിക്ക് ദൈവ നിയോഗത്തിലേക്ക് കയറുവാൻ കഴിഞ്ഞത്. उनके स्वभाव में जो बदलावट हुआ उसके बाद में परमेश्वर का योजना उसकी जिंदगी के लिए परमेश्वर तैयार कर रहा നിങ്ങൾ है. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ ഓരോ ദിവസവും ആ ദൈവ നിയോഗപ്രകാരമുള്ള ഒരു സമയം എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട് ദൈവ പദ്ധതിയിൽ ഞാൻ നടക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? आप में से कितने लोग खुदा आपका योजना मेरे जिंदगी में एक एक दिन तू खोल दे प्रभु, और आपकी योजना के अनुसार मेरे जिंदगियों को मैं व्यक्त कर पाऊं. ऐसे प्रार्थना करने वाले हम में से कितने लोग हैं? അങ്ങനെ വരുന്ന ഒരു സമയ വ്യത്യാസം കണ്ടു നിൽക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ऐसे विश्वास करने वालों के लिए जो लोग देखते हुए खड़े रह जाएंगे, वे विश्वास कर नहीं पाएंगे. ऐसे अजंबे कार्य परमेश्वर हमारे जिंदगी के लिए करने वाले हैं. അതുപോലെ തന്നെയാണ് ജോസഫിന്റെ ജീവിതത്തിൽ. എങ്ങനെയാണ് ഈ ഒരു മാറ്റം നമുക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ദൈവനിയോഗം പ്രാപിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ചില വ്യക്തികളുടെ ജീവിതത്തിലെ ചില സ്വഭാവ കാര്യങ്ങൾ, അവരുടെ വിശേഷതകൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാം. आमीन. यूसुफ की जिंदगी को भी हम जब देखते हैं परमेश्वर कैसा एक व्यक्ति के अंदर एक बदलावट लाता है, वो घटनाओं को जल्दी से आपको समझाने का कोशिश करता हूँ. ജോസഫിന്റെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം, തന്റെ ജീവിതത്തിലെ ദിനം പ്രതി ഉണ്ടായിരുന്ന ഒരു അനുഭവത്തിൽ നിന്ന് താൻ വ്യത്യസ്തനായി മാറിയത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. यूसुफ की जिंदगी में हर दिन होने वाले घटनाओं से जिंदगी में एक बदलावट किस प्रकार हुआ है करके हम सब जरूर जानते हैं. അത് ഉൽപ്പത്തി പുസ്തകം 41:14 നമ്മൾ അത് വായിക്കുന്നുണ്ട്. उल्पत्ति की किताब उसके 41 अध्याय उसके 14वें आयत में हम उसके घटनाओं को देखते हैं. ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി യോസഫിനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എന്താ അവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അവിടെ യോസഫിനെ ആളയച്ച് പെട്ടെന്ന് വിളിപ്പിച്ച് അവിടുന്ന് പെട്ടെന്ന് ഇറക്കിക്കൊണ്ടുവരികയാണ്. वहां पर हम देखते हैं कि यूसुफ को बुलाने के लिए किसी को राजा भेजता है और उनसे कहता है कि शीघ्र ही उन्हें लेकर आओ, और उनका तैयारियां करने के लिए वहां पर उस घटना हम पढ़ते हैं. യോസഫ് കാരാഗൃഹത്തിൽ നിന്ന് വെളിയിൽ വരാനുള്ള ഒരു സാധ്യതയും ഉണ്ടായില്ല. यूसुफ उस बंदी गृह की अनुभव से बाहर आने का कोई भी ऐसा समय नहीं था वो. എന്നാൽ ദൈവം ഇവിടെ നിയോഗിച്ച ഒരു പുതിയ സമയം തന്റെ ജീവിതത്തിൽ വരികയാണ്.
लेकिन परमेश्वर ने नियुक्त किया हुआ एक नया समय यूसुफ के जिंदगी में आज आ रहा है തന്റെ ജീവിതം അവിടെ വെച്ച് എൻറ്റയർലി ഫുൾ ആയിട്ട് ചേഞ്ച് ആകാൻ പോകും. और उसके जिंदगी पूर्ण रूप से उसी एक दिन में ही बहुत बड़ा एक बदलावट होने जा रहा है. മനുഷ്യൻ വിധിച്ചത് ജോസഫ് കാരാഗ്രഹത്തിൽ എന്നേക്കുമായി കിടക്കുമെന്ന്. मनुष्यों ने कहा कि यूसुफ जिंदगी भर उस कारागृह में ही उसका जिंदगी को खत्म कर देगा. ദൈവ നിയോഗം യോസഫിന്റെ മേളിൽ വന്നപ്പോൾ ചരിത്രം മാറാനിടയായി. लेकिन परमेश्वर की योजना है जब यूसुफ के जिंदगी में आया तो चरित्र भी बदल गया. ഇന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെ ഞാൻ കഴിഞ്ഞു പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ദൈവ നിയോഗത്തിനായി ഏൽപ്പിച്ചു കൊടുത്താൽ വലിയൊരു ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം നമുക്ക് സംഭവിക്കാനിടയാകും. यदि हम में से कोई विश्वास करेंगे कि हालेलुया मेरे जिंदगी में आज का ये दिन एक बहुत बड़ा एक बदलावट होना है करके यदि आप आग्रह करते हुए प्रार्थना करें आपके इतिहास को परमेश्वर बदल सकता है. യോസഫിന് ഇങ്ങനെ മാറ്റം വന്നത് എന്താണെന്ന് അവൻ ചിന്തിച്ചപ്പോൾ തന്റെ ചില ഗുണങ്ങളാണ് തനിക്ക് ഇങ്ങനെ ഒരു ദൈവ നിയോഗം തന്റെ മേളിൽ വരാൻ കാരണമായത്. यूसुफ के जिंदगी में ऐसे एक बदलावट क्यों हुआ करके जब सीखने का कोशिश किया उसके जिंदगी का कुछ स्वभाव उसके जिंदगी के लिए ये बदलावट के लिए कारण हुआ है. 39:2-6 വരെ നമ്മൾ വായിക്കുമ്പോൾ യോസഫ് സകലത്തിലും വിശ്വസ്തനായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. उल्पत्ति की किताब उसके 39 अध्याय उसके 2 से लेकर 6 तक की आयतों को जब हम पढ़ते हैं यूसुफ हर एक बातों में वफादार रहा है करके वहां पर यूसुफ के बारे में कहा गया है. രണ്ടാമത്തെ തന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇന്റഗ്രിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് നമ്മളെ ആരും കാണാത്തപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസ്തരായിരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. दूसरा हम देखते हैं उसी अध्याय में जब इंटीग्रिटी नाम का शब्द का इस्तेमाल किया गया है. जब हमें कोई नहीं देख रहा है तभी भी हमारे रवैया किस प्रकार का है उसके बारे में यूसुफ की जिंदगी में हम देखते हैं. 39:7-12 വരെ വായിക്കുമ്പോൾ പോത്തിഫറിന്റെ വീട്ടില് എല്ലാം തനിക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോഴും തന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നറിഞ്ഞ് പാപത്തിൽ നിന്ന് പ്രലോഭനത്തിൽ നിന്ന് ഓടിപ്പോയി ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്തവനാ ജോസഫ്. 39 अध्याय के 7 से लेकर 12 तक की आयतों में पोतीफर के घर में यूसुफ को हर एक बातों के ऊपर अधिकार दिया था लेकिन तभी भी उसके ऊपर नजर रखने वाला उसे देखने वाला एक परमेश्वर है जानते हुए पाप से भाग निकलने का प्रयास किया हुआ एक भक्त के बारे में हम वहां पर पढ़ते हैं. മൂന്നാമത്തെ യോസഫിന്റെ ഗുണം എന്ന് പറയുന്നത് ക്ഷമ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പാനപാത്രവാഹകൻ തന്നെ മറന്നു എന്ന് 40-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുന്നു. പക്ഷെ അവിടെയും യോസഫിന് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. ക്ഷമയോടെ താൻ കാത്തിരുന്നു. हालेलुया. और यूसुफ का तीसरा एक अच्छा गुण हम देखते हैं 40वें आयत अध्याय में. प्रेज द लॉर्ड. हालेलुया. उनके अंदर वो इंतजार करने वाला एक अच्छा गुण था. प्रेज द लॉर्ड. वहां पर दाकरस देने वाला व्यक्ति उन्हें भूल गया करके वो समझ गया लेकिन परमेश्वर के समय के लिए अंत तक वो इंतजार करने के लिए वो तैयार रहा करके हम पढ़ते हैं. അനേക ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഒന്നുകൂടെ ഞാൻ പറയാം. തന്നെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് 41-ാം അധ്യായത്തിന്റെ 33 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും ജ്ഞാനസമ്പൂർണനായ ഒരു വ്യക്തിയായിരുന്നു യോസഫ്. ജ്ഞാനമുള്ളവനായിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. और बहुत सारे गुण उनके बारे में कहने के लिए है लेकिन उसके 41 अध्याय में हम देखते हैं 33 से लेकर 36 तक की आयतों में यूसुफ के बारे में वो ज्ञान से भरा हुआ एक व्यक्ति था करके यूसुफ के बारे में पढ़ रहे हैं. ഈ ഗുണങ്ങളെല്ലാം ഉള്ള യോസഫിന്റെ ജീവിതത്തിൽ ഒരു സമയമാറ്റം അല്ലെങ്കിൽ ഒരു ചരിത്രം മാറുന്നതിന് മുമ്പ് തന്റെ ജീവിതത്തെ കുറിച്ച് സങ്കീർത്തനം 105:19 18-19 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് യോസഫിനെ കുറിച്ച്. യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. അതായത്
ദൈവം യോസഫിന്റെ ഈ ക്യാരക്ടർ എല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് തന്നെ അവൻ ശോധന ചെയ്ത് തീരുവോളം താൻ കാരാഗ്രഹത്തിലിരുന്നു. इतने अच्छे गुण वाला एक यूसुफ नाम का व्यक्ति, लेकिन भजन संगीता 105 उसके 18 और 19वें आयतों में हम पढ़ते हैं कि हालेलुया यूसुफ का कैरेक्टर जो उनमें है वो रवैया अंत तक वैसा ही रहेगा या नहीं करके परखा जाने के लिए हालेलुया उसी कारागृह में उसके हाथ और पैर में जंजीरों से बांधा गया और उस दर्द से होकर गया और फिर उसकी जिंदगी के लिए वो समय का तैयारी हो रहा है. അവൻ തന്നെത്താനെ ആ ശോധന ചെയ്തവൻ നല്ലവനായി വെളിപ്പെട്ടു വന്നപ്പോൾ അവൻ ജീവിതത്തിന് ഒരു പ്രത്യേകമായ വ്യത്യാസമുണ്ടായി. താൻ ആ ക്രോണോസ് എന്ന് പറയുന്ന ആ മാനുഷിക നിയന്ത്രണ പ്രകാരമുള്ള സമയത്തിൽ നിന്ന് പെട്ടെന്ന് ദൈവനിയോഗത്തിലേക്ക് കയറുവാനിടയായി. जिस प्रकार उसके जिंदगी का तैयारी हो रहा था और जैसे तैयारी पूरा हुआ एक साधारण जिंदगी उस कारागृह के अनुभव जीने वाला व्यक्ति क्रोनोस नाम की उस अनुभव से जब वो होकर जा रहा था, एकदम शीघ्रता के साथ उसके जिंदगी में एक बहुत बड़ा बदलावट को हम उसकी जिंदगी में देख रहे हैं. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാകുവാനിടയാകട്ടെ. हमारे जिंदगी में भी ऐसा एक बदलावट इन दिनों में होने पाए. ദാവീദിന്റെ ജീവിതത്തിലും ആമേൻ അനേക ഗുണഗണങ്ങൾ ആമേൻ അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും സമയപരിധി കൊണ്ട് ആമേൻ അതൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ ക്ഷമ, ആമേൻ തന്റെ ദൈവിക ആശ്രയം, ആമേൻ ദൈവ ഹൃദയപ്രകാരം താൻ ജീവിച്ചത്, തന്റെ താഴ്മ, തന്റെ അനുസരണം, ഇത്രയും ഗുണങ്ങളാണ് ആമേൻ ദാവീദിനെ കുറിച്ച് ഞാൻ എഴുതിയത്. തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ ഗുണങ്ങൾ ആമേൻ ഒരു ദൈവ നിയോഗ ഒരു രാജാവിന്റെ അഭിഷേകത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം തന്നെ ഒരുക്കി. दाऊद की जिंदगी के बारे में यदि हम सीखेंगे तो बहुत सारे गुण हमें बोलने के लिए है, लेकिन समय की कमी के कारण उस पूरे भाग की ओर मैं नहीं जाना चाहूंगा. लेकिन दाऊद के अंदर हम देखते हैं परमेश्वर के सामने वो विश्वासयोग्यता के साथ उसने रहा, परमेश्वर पर उसने भरोसा किया. हालेलुया. एक क्षमा का, एक जिंदगी इंतजार करने वाला एक अच्छा अनुभव दाऊद के जिंदगी में रहा. एक दीनता और नम्रता की जिंदगी उसके साथ रहा है. केवल वही नहीं, परमेश्वर के सामने he was obedient, परमेश्वर का कहना मानने वाला स्वभाव. केवल वही नहीं, परमेश्वर का हृदय के अनुसार चलने वाला एक अच्छा कैरेक्टर दाऊद की जिंदगी में रहा है. 12 സംവത്സരമായ രക്തസ്രവക്കാരിയായിരുന്ന സ്ത്രീ അവൾ ഒരിക്കലും ചിന്തിച്ചതല്ല അവളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം ഉണ്ടാകുമെന്ന്. എന്നാൽ യേശുവുമായി അവൾക്കുണ്ടായ എൻകൗണ്ടർ, ആമേൻ ഹല്ലേലൂയ, അവൾ ഹൃദയത്തിലെടുത്ത ഒരു ഉറച്ച തീരുമാനം, ആമേൻ ഹല്ലേലൂയ, അവൾ എടുത്ത വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി, അവളുടെ ഉള്ളിലുണ്ടായ വിശ്വാസം, ഇതെല്ലാം നിമിത്തം അവളുടെ ചരിത്രം മാറി. അവളുടെ ജീവിതത്തിന്റെ ആ സമയം അങ്ങ് വ്യത്യസ്തമായി തീരുവാനിടയായി. 12 साल से लहू बहाने वाला वो स्त्री, हालेलुया, उन्होंने परमेश्वर के सामने लिया हुआ एक निर्णय, परमेश्वर पर उसने विश्वास किया हुआ वो अनुभव और विश्वास किया, निर्णय लिया और तुरंत उस निर्णय के अनुसार वो एक्शन लेने के लिए, उसके अनुसार कार्य करने के लिए तैयार हुआ. हालेलुया. उसके कारण उसका जिंदगी शीघ्रता के साथ एक बदलावट को हम देखते हैं. പത്രോസ് തന്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ പെട്ടെന്ന് ആ രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു, എന്നിട്ട് ഒരു ഫലവും കാണാതെ ഇരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ തന്റെ അനുസരണം, കർത്താവിന്റെ വാക്കിനെ താൻ അനുസരിച്ചത് നിമിത്തം തന്റെ ആ ഒരു കീഴ്പ്പെടൽ, ദൈവമേ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞ് താൻ സമർപ്പിച്ചത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ ആ ജീവിതം അന്ന് രാത്രി തന്റെ അനുഭവം തന്നെ വ്യത്യാസപ്പെടുവാനിടയായി. आमीन. पतरस की जिंदगी को यदि हम देखेंगे, पूरा रात प्रेसरोड नाव चलाते रहा, लेकिन एक भी मछली नहीं मिला. लेकिन प्रेसरोड परमेश्वर के मसीह यीशु के सामने वो ओबीडियंट रहा. हालेलुया. वो कहता है कि खुदा यदि तू कहे तो तेरा शब्द के सामने मैं करने के लिए तैयार हूं करके जैसा उसने कहा उसका जिंदगी बदल रहा है. हालेलुया. उस रात से वो दिन से उसका जिंदगी में बहुत बड़ा शिफ्ट हो रहा है. ഇനി ഒരു മാറ്റവും സംഭവിക്കുകയില്ല, എന്റെ ജീവിതം ഇത് തന്നെയാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ
ഈ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, നമ്മുടെ ആത്മിക ഗുണങ്ങളെ ദൈവവചനപ്രകാരം കാത്തു സൂക്ഷിക്കാമെങ്കിൽ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ ജീവിതത്തിൽ ദൈവ നിയോഗപ്രകാരമുള്ള ഒരു വഴി തുറക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. यदि आपकी जिंदगी में और कोई बदलावट नहीं होने वाला है, मेरा जिंदगी तो ऐसे ही एक साधारण जिंदगी बिताने वाला जिंदगी रहेगा बोलकर यदि निराश होकर बैठे हैं, तो एक बात मैं कहना चाहूंगा, हालेलुया, हमारे जिंदगी परमेश्वर की वचन के साथ मिलाकर उसके स्वभाव के अनुसार यदि हम चलने के लिए तैयार है, परमेश्वर अचानक से हमारे जिंदगी में एक बदलावट लाने के लिए तैयार होता है. അവസാനമായി ആമേൻ, ഹല്ലേലൂയ, ചില കാര്യങ്ങൾ പെട്ടെന്ന് തക്ക സമയം എന്ന ഒരു വാക്ക് ദൈവവചനത്തിലുണ്ട്. ആമേൻ, തക്ക സമയം എന്ന ഒരു കാര്യത്തെ കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. परमेश्वर की वचन में उसी क्षण भर on that appointed time, हालेलुया, ऐसे एक समय के बारे में परमेश्वर के वचन में कहा गया है. ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ആ മരിക്കുവാനിരുന്ന ആ വിധവയും മകനും അവർ ഒരു ആത്മഹത്യക്കായി തീരുമാനിച്ചിരിക്കുന്നവരെ പോലെ ഇരിക്കുന്ന ആ ഭവനത്തിൽ തക്ക സമയത്ത് ഏലിയാവ് ചെന്നില്ലായിരുന്നെങ്കിൽ ആ വീട്ടിൽ ഒരു മരണം സംഭവിക്കുമായിരുന്നു. एक विधवा और उनके बेटा मरने के लिए तैयार हो रहा है, सारा निर्णय ले लिया, लेकिन ऐसा एक समय में वो लास्ट मोमेंट, वो क्षण में यदि एलिया उनके घर में ना पहुंचता तो शायद उनके घर में मृत्यु हो जाता था. മരിക്കാനിരുന്നവന്റെ നിരാശയിൽ കിടന്നെന്റെ പ്രാണനെ എടുക്കണമെന്ന് പറഞ്ഞ് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ ആമേൻ ഒരു മരണത്തെ ഒഴിവാക്കാനായി തക്ക സമയത്ത് ഭവനത്തിൽ ദൈവം ആമേൻ അയക്കുവാനിടയായി. जो मरने का आग्रह में था, ऐसे एक व्यक्ति को मरने के लिए नहीं छोड़ा, बल्कि परमेश्वर ने उसी क्षण में वो अपॉइंटेड टाइम में परमेश्वर एक व्यक्ति को उस घर में भेज रहा है. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും അനുഭവം നമുക്കറിയാം. ആമേൻ, യാഗം കഴിക്കാനായി കൈ ഉയർത്തിയപ്പോൾ ആ സമയത്ത് ദൈവശബ്ദം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? अब्राहम और इसहाक के बारे में हम जानते हैं, उस वेदी पर बलि चढ़ाए जाने के लिए जब तैयार हुआ, जब अब्राहम ने छुरी से हाथ उठाया, जैसे ही मारने वाला था, वो क्षण में, वो सेकंड में यदि परमेश्वर का आवाज ना पहुंचता तो क्या हो सकता था? തക്ക സമയത്ത് രക്ഷിക്കാനായി ഒരുവനെ ഭവനത്തിൽ അയച്ച അതേ ദൈവം തക്ക സമയത്ത് ആമേൻ പെട്ടെന്ന് ചില കാര്യങ്ങളിൽ നിന്ന് നമ്മളെ നിർത്തൽ ചെയ്യുന്നത് ആമേൻ, ഹല്ലേലൂയ, അവന്റെ ഇടപെടലാണ്. हालेलुया, ठीक समय पर किसी को घर बेचते हुए आपके छुटकारा के लिए यदि परमेश्वर इंतजाम कर सकता है, तो हालेलुया, ठीक समय पर परमेश्वर के आलोचना बेचते हुए हमें सुरक्षा देने के लिए वो परमेश्वर सामर्थ्य है. തക്ക സമയത്ത് ചിലതിൽ നിന്ന് ദൈവം നമ്മളെ വിലക്കും. ठीक समय पर कुछ बातों से परमेश्वर में अलग करता है. വലിയ ചില നഷ്ടങ്ങളിൽ നിന്ന് ആമേൻ ദൈവം നമ്മളെ അത് അനുഗ്രഹത്തിലേക്ക് നടത്തും. बहुत बड़ा एक नुकसान से परमेश्वर में एक सेकंड में एक अनुग्रह की ओर परमेश्वर में चलाता है. മോർദെഖായി ആമേൻ ഒന്നും വിചാരിച്ചല്ല എസ്തേറിനെ ആമേൻ അവളുടെ ഫ്യൂച്ചർ എന്താകുമെന്നൊന്നും അറിഞ്ഞാണോ മോർദെഖായി അവളെ എടുത്തു വളർത്തിയത്? क्या मोर्देकाई एस्तेर के जिंदगी में ऐसा होगा करके सोचकर क्या उसे पालन पोषण दिया था? അവൾ എന്താകുമെന്നോ അവൾ തന്റെ ജീവിതത്തിൽ ഒരു ഭാരമായി തീരുമോ എന്നോ ഒന്നും ചിന്തിക്കാതെയാണ് ആമേൻ ചിറ്റപ്പനായി മോർദെഖായി അവളെ വളർത്തിയത്. एस्तेर के जिंदगी में क्या होगा, क्या कल मेरे लिए बहुत बड़ा एक बोझ हो जाएगा करके कुछ भी नहीं सोचा, लेकिन मोर्देकाई इस एस्तेर को एक अच्छा पालन पोषण देने के लिए तैयार हो रहा है. നാം നന്മ ചെയ്യുന്നവരാണെങ്കിൽ തക്ക സമയത്ത് ആമേൻ ആരുടെയെങ്കിലും ഉറക്കം കളഞ്ഞായാലും നമുക്ക് ലഭിക്കാനുള്ള നന്മ ദൈവം തടയത്തില്ല. हालेलुया, यदि हम परमेश्वर के सामने विश्वास योग्य है तो परमेश्वर ठीक समय पर शायद किसी का नींद भी से उन्हें जगा देगा, लेकिन आपके लिए जो अनुग्रह है परमेश्वर ठीक समय पर आपके लिए इंतजाम करके देने वाला है. ആമേൻ, എസ്തേറിനെ ആമേൻ രാജസ്ഥാനത്ത് കൊണ്ടുവരുവാൻ എസ്തേർ അവിടെ ഒരു ഫൈറ്റും ചെയ്തില്ല. പക്ഷേ ഒരു ദൈവിക നിയോഗപ്രകാരമുള്ള തക്ക സമയത്ത് ആമേൻ ഒരു ജനത്തിന്റെ വിടുതൽ നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ
തക്ക സമയമാകുമ്പോൾ ഇരിക്കേണ്ട ഇടത്ത് ഇരിക്കേണ്ട ചെയറിൽ നിന്നെ ദൈവം എത്തിച്ചിരിക്കും. हालेलुया। एस्तर के जिंदगी में एस्तर ने कभी भी कहीं पर युद्ध लड़ने नहीं गया, लड़ाई करने के लिए नहीं गया, लेकिन परमेश्वर की योजना के लिए जब वो तैयार होकर वे खड़ा है, ठीक समय पर परमेश्वर आपको राज सिंहासन पर लेकर आ सकता है और आपके द्वारा अद्भुत कार्यों को परमेश्वर पूरा करके दे सकता है. ആമേൻ. അവസാനമായി ഞാൻ പറയട്ടെ, മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു സമയചക്രത്തിൽ നിന്ന് മാറി ദൈവ നിയോഗപ്രകാരമുള്ള ഒരു സമയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. അത്ഭുതങ്ങൾ നമ്മളിലൂടെ ദൈവം ചെയ്യും. ദൈവ നിയോഗത്തിൽ നമ്മൾ പ്രവേശിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. നിത്യതയിൽ അനേക പ്രതിഫലം വാങ്ങുവാൻ ദൈവം നമ്മൾക്കിടയാക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. मानसिक तौर से जो नियंत्रण में है उसमें से परमेश्वर में ठीक समय पर उस अपॉइंटेड टाइम तैयार करते हुए आपकी जिंदगी में एक बहुत बड़ा बदलावट ला सकते हैं. केवल यहां पर ही नहीं, उस अनंतता के लिए परमेश्वर हमें तैयार कर रहा है. वहां पर बहुत सारा प्रतिफल हम प्राप्त करना है. उसके लिए हम विश्वासियों की के साथ उसके सामने हम रहने पाए. परमेश्वर हमारे समयों को नियंत्रण करने वाला परमेश्वर है. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए. ऐसे अवसर और अनुमति दिए परमेश्वर की आदरणीय दासों को हृदय की गहराई से धन्यवाद देते हैं. परमेश्वर सबको अनुग्रह और आशीषों से भरे. हम यदि परमेश्वर का योजना है तो कल सुबह यहां से